നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂർ നടുവിലങ്ങാടി വളവിൽ വാഹനാപകടം, 2 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട പിക്കപ്പ് ലോറി ട്രാൻസ്ഫോമറിൽ ഇടിക്കുകയായിരുന്നു. ജാതി മതങ്ങൾക്കപ്പുറത്ത് ഭാഷക്കാണ് പ്രാധാന്യമെന്നും ജീവിതത്തിൽ ആരും അത് പകർത്താൻ ശ്രമിക്കുന്നില്ലെന്ന് ശ്രീകുമാരൻ തമ്പി അഭിപ്രായപ്പെട്ടു. തിരൂർ തുഞ്ചൻ പറമ്പിൽ സംഘടിപ്പിച്ച തുഞ്ചൻ ഉത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കള്ള ടാക്സികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിപ്പുറം ടാക്സി സ്റ്റാൻഡിൽ മധുര വിതരണവും പൊതുയോഗവും സംഘടിപ്പിച്ചു. തിരൂരിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് ഇത്തവണത്തെ ബജറ്റെന്ന് 3 വർഷം പൂർത്തീകരിച്ചപ്പോൾ തന്നെ ധാരാളം പദ്ധതികൾ നടപ്പിലാക്കാനും കഴിഞ്ഞതായും നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി പറഞ്ഞു. ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരത്തോടെ ജില്ലയിൽ ജനകീയ പദ്ധതികൾ ഒരുക്കി ജില്ലാ കുടുംബശ്രീ മിഷൻ വിവിധ വകുപ്പുകളുമായി സഹകരിച്ചാണ് കുട്ടികളുടെയും വനിതകളുടെയും ക്ഷേമം മുൻനിർത്തി നിരവധി പദ്ധതികൾ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. നഗരസഭയുടെ വികസനത്തിനാവശ്യമായ പദ്ധതികളെക്കുറിച്ച് പറയാതെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ബജറ്റിന്മേലുള്ള ചർച്ചയിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിച്ചതെന്ന് BJP കൗൺസിൽ അംഗം നിർമ്മല കുട്ടികൃഷ്ണൻ ആരോപിച്ചു. മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് കവലപ്രസംഗമാണ് നടത്തിയെന്നും അവർ ആരോപിച്ചു. തിരൂർ ആലിങ്ങലിൽ അക്ഷയ കേന്ദ്രം ഹാക്ക് ചെയ്ത് വിവരങ്ങൾ ചോർത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അക്ഷയ കേന്ദ്രം അധികൃതർ ജില്ലാ സൈബർ ക്രൈമിൽ പരാതി നൽകി. 38 ആധാർ കാർഡുകളാണ് ഹാക്കിംഗ് നടത്തിയവർ സൃഷ്ടിച്ചെടുത്തത്. തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യപേരി ജീവിതശൈലി രോഗനിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി ശ്രദ്ധ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഡിസംബർ 9 കർഷക പ്രക്ഷോഭം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ച ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ സർക്കാർ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് രാജ്യത്തെ കർഷകർ നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്കെതിരെയുള്ള സർക്കാർ നടപടികൾ പ്രതിഷേധാർഹമാണെന്ന് FITU സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ അഭിപ്രായപ്പെട്ടു. ടൈലറിംഗ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ 4ാം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് മികച്ച പോലീസ് സ്റ്റേഷനുള്ള പുരസ്കാരം ലഭിച്ച കുറ്റിപ്പുറം സ്റ്റേഷൻ പരിധിയിൽ മോഷണ പരമ്പര. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 10ഓളം മോഷണമാണ് നടന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പോലും മോഷണത്തെക്കുറിച്ച് വിവരമില്ലെന്നാണ് പറയുന്നത്. സംസ്ഥാനത്തെ ബജറ്റിൽ കുടുംബ കോടതി കേസുകൾക്കും ചെക്ക് കേസുകൾക്കും അപ്പീലുകൾക്കും ക്രമാതീതമായി കോടതി ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ അഭിഭാഷക പരിഷത്ത് തിരൂർ യൂണിറ്റ് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്യാംജിത്ത് PV ധർണ ഉദ്ഘാടനം ചെയ്തു. തിരൂർ നഗരസഭാ ബജറ്റ് രാഷ്ട്രീയ പ്രേരിതമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ്. ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്തിൽ വേണ്ട ആലോചനകൾ നടത്താതെയാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.